ടെക്നോളജി ആധിപത്യം ചെലുത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ദിനം പ്രതി ടെക് പ്രൊഫഷണൽസിന്റെ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നത്. പക്ഷേ പലരുടെയും ചിന്താഗതി എന്ന് പറയുന്നത് ഒരു ഫ്രഷർ ആയിട്ട് ടെക് ജോബ് നേടാൻ നെക്സ്റ്റ് ഇമ്പോസിബിൾ എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും അല്ല. ഇന്ത്യയിലെ ടോപ്പ് 10 IT കമ്പനീസ്, അതായത് ഇൻഫോസിസ്, കോഗ്നിസന്റ്, അക്സെഞ്ചർ, TCS തുടങ്ങിയ ടോപ്പ് 10 കമ്പനീസിൽ മാത്രം വർഷം 4 ലക്ഷത്തോളം ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇത്രത്തോളം വേക്കൻസി ഉണ്ടായിട്ടും ഈ കമ്പനീസ് പോലും ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഹയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കോളേജ് കഴിഞ്ഞ് നല്ല മാർക്കോട് ഇറങ്ങിയാലും അവർക്കൊരു വർക്ക് എൻവയോൺമെന്റിൽ ജോലി ചെയ്യാനുള്ള സ്കിൽസ് ഇല്ല എന്നുള്ളതാണ്. ഇതിന്റെ പ്രധാന കാരണം അവർക്ക് പഠിച്ചിരുന്ന കാലത്ത് നല്ലതുപോലെ ഗൈഡ് ചെയ്യാൻ ആൾക്കാരില്ല. അവർക്ക് ഇത്തരത്തിലുള്ള ജോബ് ലഭിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ അറിയില്ലാത്തത് കൊണ്ടാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഒരു ഫ്രഷർ ആയിട്ട് എങ്ങനെ ഒരു IT ജോബ് നേടാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനലിൽ ഡേറ്റാ സയൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ടെക്നോളജി, പ്രോഗ്രാമിംഗ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഫൈനാൻസ് തുടങ്ങിയ വീഡിയോകളായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഈ ചാനലിലെ എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും കരിയർ ഗ്യാപ്പ് വന്നവർക്കും ഒരു ടെക് കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ ഐ ആം സാഹിർ. വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഫിഡിയോ ലേണിംഗ്. ആദ്യമായിട്ട് എന്താണ് IT ജോബ്? പലരുടെയും ചിന്ത എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മാത്രമേ IT ജോബിൽ ഉൾപ്പെടൂ എന്നുള്ളതാണ്. സത്യത്തിൽ അതല്ല. കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, ഡേറ്റാ സ്റ്റോറേജ്, ഡേറ്റാ മാനേജ്മെന്റ്, ടെക്നിക്കൽ സപ്പോർട്ട് എന്നിവയെല്ലാം IT ജോബിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പം ഇതിൽ മെജോറിറ്റി ജോബ് റോൾസിനും നമുക്ക് പ്രോഗ്രാമിംഗ് സ്കിൽസ് ഒന്നും ഇല്ലാതെ തന്നെ IT ജോബിൽ കയറാൻ പറ്റുന്നതാണ്. ഇത് മാത്രമല്ല, കമ്പനിയുടെ ഡേറ്റ സേഫ് ആണെന്ന് എൻഷുർ ചെയ്യാനും കമ്പനിയിലെ ടെക്നോളജി റിലേറ്റഡ് എന്തെങ്കിലും ത്രെഡ്സ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനും കൃത്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ കമ്പനിയുടെ സ്മൂത്ത് റണ്ണിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുക, ഇതൊക്കെ ഒരു IT പ്രൊഫഷണൽ ജോലി തന്നെയാണ്. ഇത്തരത്തിലുള്ള ജോലികൾക്ക് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള നോളജ് ഒന്നും വേണ്ടെങ്കിലും കമ്പനീസ് ഒരു ബേസിക് സ്കിൽസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്ക് പറയുന്നത് 2030 വരെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് തരാൻ പോകുന്ന ഒരു സെഗ്മെന്റ് ആണ് IT അല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഡൊമൈൻസ് എന്നുള്ളതാണ്. ഇതിന് പുറമെ IT മേഖല വർക്ക് ചെയ്യുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്പർ 1, എല്ലാവരെയും ഒരു ഇൻഡസ്ട്രിയിൽ ആകർഷിക്കുന്നത് സാലറിയാണ്. IT ഇൻഡസ്ട്രിയിലാണ് ഇന്ത്യയിൽ വെച്ച് നോക്കുന്ന ഫ്രഷേഴ്സിന് ഏറ്റവും കൂടുതൽ സാലറി നൽകുന്ന മേഖല എന്ന് പറയും. കാരണം ഇന്ത്യയിൽ വേറെ എല്ലാ മേഖലയിലും ഓൺ ആവറേജ് ഫ്രഷറിന് ലഭിക്കുന്ന സാലറി 1.2 lakhs to 2.3 lakhs എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ എന്നാൽ IT ജോബ്സിന് സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഫ്രഷറിന് 3.5 lakhs ആൻഡ് എബോ ആണ് സാലറി ലഭിക്കുന്നത്. രണ്ടാമതായിട്ട് IT വ്യത്യസ്ത സ്ട്രെങ്സും വീക്ക്നെസ്സും എക്സ്പീരിയൻസും എക്സ്പോഷറും ഒക്കെ വേണ്ട അനേകം തൊഴിൽ മേഖലകളാണ് നിലവിലുള്ളത്. ഉദാഹരണത്തിന് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള മേഖലകളുണ്ട്. പിന്നെ അതിന്റെ ക്വാളിറ്റി ടെസ്റ്റിംഗ് മേഖലയുണ്ട്. നിങ്ങൾക്ക് ടെക്നിക്കലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നെറ്റ്വർക്ക് എഞ്ചിനീയർ എന്ന് പറഞ്ഞ പൊസിഷൻ ഉണ്ട്. പിന്നെ സിസ്റ്റം അനലിസ്റ്റ് എന്ന ജോബ് റോൾ ഉണ്ട്. ഇതൊന്നും അല്ല, നമുക്ക് IT ഇരുന്നുകൊണ്ട് ഏത് മേഖലയിൽ, റീറ്റെയിൽ ആണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും ഫൈനാൻസ് ആണെങ്കിലും ആ മേഖലകൾക്കുള്ള പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യാനും ആ മേഖലയെ കുറിച്ചുള്ള ഇൻഡെപ്ത് നോളജ് മനസ്സിലാക്കാനും പറ്റുമെന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റിമോട്ട് വർക്ക് പൊട്ടൻഷ്യൽ ആണ്. മെജോറിറ്റി ആൾക്കാർക്ക് റിമോട്ട് വർക്ക് ഒന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും IT ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വളരെ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോഴും പല കമ്പനീസിലും 50% ഓഫ് എംപ്ലോയീസിന് വർക്ക് ഫ്രം ഹോം ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫ്രഷർ എന്ന നിലയ്ക്കും എക്സ്പീരിയൻസ് ഇല്ലാതെ IT ജോബ് നേടാൻ ഏറ്റവും എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ നോൺ ടെക് ജോബ്സിൽ കയറുക എന്നുള്ളതാണ്. കാരണം ഒരു IT കമ്പനിയിൽ ടെക് അല്ലാതെ ഒരുപാട് നോൺ ടെക്നിക്കൽ ജോബ്സ് ഉണ്ട്. അക്കൗണ്ട്സ് ആവാം, പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ആവാം, HR ആവാം, ഫൈനാൻസ് ആവാം, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. അപ്പൊ ഈ മേഖലയിൽ ഏതെങ്കിലും ഒരു ജോബ് കയറി കഴിഞ്ഞ ശേഷം കമ്പനിയെ കുറിച്ച് മനസ്സിലായി, കമ്പനി പ്രൊഡക്ട്സിനെ കുറിച്ച് മനസ്സിലായി, കമ്പനിയുടെ ഫംഗ്ഷൻസിനെ കുറിച്ച് മനസ്സിലായി, കമ്പനിയിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് മനസ്സിലായി കഴിഞ്ഞ് 1-2 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ടെക്നിക്കൽ ജോബ്സിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള അവസരങ്ങൾ കമ്പനിക്കുള്ളിൽ തന്നെ വരും. അത് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ്. രണ്ടാമത്തെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ മേഖല റിലേറ്റഡ് ആയിട്ടുള്ള ടെക് ജോബുകളിൽ കയറുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏത് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അതിന് തത്വമായ ടെക്നിക്കൽ ജോബ്സ് അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് അവൈലബിൾ ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു നല്ലൊരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ എഡ്ടെക് ഫേംസിൽ നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾ ഇൻഷുറൻസ് സെയിൽസ് ചെയ്യുന്നെങ്കിൽ ഇൻഷുർടെക്കിൽ നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ജിം ട്രെയിനേഴ്സോ അല്ലെങ്കിൽ പേഴ്സണൽ ട്രെയിനേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഡോക്ടേഴ്സോ ഫിസിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ടെക് കമ്പനിയിൽ കയറാം. അല്ലാന്നുണ്ടെങ്കിൽ വിയറബിൾ ടെക് അങ്ങനെയുള്ള കമ്പനിയിൽ കയറാം. ഗ്രീൻ എൻവയോൺമെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏതെങ്കിലും മേഖല വർക്ക് ചെയ്യുന്ന ഗ്രീൻ ടെക് പോലുള്ള ഗ്രീൻ ടെക് ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന IT കമ്പനികളിൽ കയറാം. അപ്പം ഏത് മേഖല നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് തത്വമായ IT ജോബുകളിൽ കയറാൻ പറ്റുന്നതാണ്. എക്സ്പീരിയൻസ് ഉള്ളത് എന്തുകൊണ്ടായാലും ടെക് ജോബിന് സപ്പോർട്ട് അല്ലെങ്കിൽ കൺസൾട്ടന്റ് ആയിട്ടൊക്കെ IT കമ്പനീസ് കൺസിഡർ ചെയ്യാറുണ്ട്. മൂന്നാമത് റിവേഴ്സ് എഞ്ചിനീയർ സ്കിൽ സെറ്റ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം
എന്നോട് ആരെങ്കിലും പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രീം ജോബ് നേടാൻ എന്താണ് ചെയ്യേണ്ടത് പേഴ്സണൽ ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങൾ ഡ്രീം ജോബ് എന്താണെന്ന് കണ്ടെത്തുക, ഏത് കമ്പനിയിലാണ്, നിങ്ങൾക്ക് എത്രയാണ് അതിന്റെ സാലറി എന്ന് കണ്ടെത്തുക, അതിന് നിങ്ങൾക്ക് സ്കിൽ സെറ്റ് ആണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക. അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ജോബ് ലിസ്റ്റിംഗ് സൈറ്റിലോ ലിങ്ക്ഡിനിലോ ഒക്കെ പോയിട്ട് അത്തരത്തിലുള്ള ജോബ് പ്രൊഫൈൽസിന്റെ റെസ്പോൺസിബിലിറ്റി സ്കിൽസോ എന്തൊക്കെ മനസ്സിലാക്കുക, അത് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. എന്നിട്ട് ഇപ്പോഴുള്ള സ്കിൽ സെറ്റും നിങ്ങൾക്ക് വേണ്ട സ്കിൽ സെറ്റ് നമ്മൾ എന്തൊക്കെ വ്യത്യാസമാണെന്ന് മനസ്സിലാക്കുക. ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി അതിന് വേണ്ടി നിങ്ങൾ അപ്സ്കിൽ ചെയ്യുക, അതിനുവേണ്ടി കോഴ്സ് എടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് പഠിക്കുകയോ ഒക്കെ ചെയ്യുക. ദിവസം ഒരു 1-2 മണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾ 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് നിങ്ങൾ ആ മേഖലയിലെ സ്കില്ല് കരസ്ഥമാക്കാൻ പറ്റുക. നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ജോബ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ഇതാണ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ടിപ്പായിട്ട് എനിക്ക് തോന്നുന്നത്. 4ാമത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ റീവാമ്പ് ചെയ്യുന്നുള്ള മെജോറിറ്റി ആൾക്കാരെ കണ്ടുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ റീവാമ്പ് ചെയ്തില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും കാലഘട്ടത്തിൽ അപ്ഡേറ്റ് ചെയ്ത് ലിങ്ക്ഡിൻ പിന്നെ അതിനകത്ത് ഒരു അപ്ഡേഷൻ ചെയ്യാറില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും അതല്ല ചെയ്യുന്നത്. നിങ്ങൾ ഏത് ജോബിലാണ് നോക്കുന്നത്, നിങ്ങൾ ടാർഗറ്റ് ജോബ് അനുസരിച്ച് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യുക. ഇന്ത്യയിൽ പോലും ഏകദേശം 57% ഹയറിംഗ് മാനേജേഴ്സും ലിങ്ക്ഡിൻ പ്രൊഫൈൽ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു ലിങ്ക്ഡിനിൽ എക്സ്പേർട്ട് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള പ്രൊഫൈൽ വേണമെന്നൊന്നുമില്ല. മറിച്ച് നിങ്ങൾക്ക് ഒരു മിനിമം സ്കിൽ സെറ്റ് ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു പ്രൊഫൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമ്പനീസ് അതിനെ കൺസിഡർ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യുക. ഒരു ഫോർമൽ എക്സ്പീരിയൻസ് ഇല്ലാതെ ടെക് ജോബ് നേടാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് കുഞ്ഞു എക്സ്പീരിയൻസ് ഷോക്കേസ് ചെയ്യുന്ന കുഞ്ഞു ഇന്റേൺഷിപ്പിലൊക്കെ പാർട്ടാവുക എന്നുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമിൽ വോളണ്ടിയർ ചെയ്യുക എന്നുള്ളത്. ഇതിനായിട്ട് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ ടൈം ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് ചെയ്താലോ ഒന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ ഇന്റേൺഷിപ്പ് ചെയ്യാവുന്നതാണ്. ഒരു ഫ്രഷർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് അത് കാണാം. 5ാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡിംഗ് ബൂട്ട് ക്യാമ്പിൽ പങ്കെടുക്കുക എന്നുള്ളത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇന്ന് ഒരുപാട് ഫ്രീ റിസോഴ്സസ് ഒക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോഡിംഗ് ബൂട്ട് ക്യാമ്പിൽ ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന സപ്പോർട്ടും അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിയുടെ വൈബും നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സ്ട്രക്ചറും അതൊക്കെ നമ്മളുടെ ഒരു നമ്മളെ കരിയറേയും നമ്മളുടെ കോൺഫിഡൻസിലേക്ക് ബൂസ്റ്റ് ആക്കി നമ്മുടെ കരിയർ ഒന്ന് ഫാസ്റ്റ് ട്രാക്ക് ചെയ്യും. നിങ്ങൾക്ക് ടെക് ജോബ് തന്നെയാണ് നേടേണ്ടത്, പക്ഷേ കരിയർ ഗ്യാപ്പ് ഉണ്ട്, ഇതിലേക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് എഡ്യൂ ലേണിംഗിന്റെ കോഡിംഗ് ബൂട്ട് ക്യാമ്പ്സും ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഒക്കെ ഭയങ്കര വാല്യൂബിൾ ആയിരിക്കും. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ റിയൽ ടൈം എൻവയോൺമെന്റിൽ റിയൽ ടൈം പ്രൊജക്ട്സിലൂടെയൊക്കെ ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്, നിങ്ങളെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പം നല്ലൊരു എക്സ്പോഷർ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്യാനുള്ളത്. 6ാമത്തുള്ള ഒരു ഓപ്ഷനാണ് സർട്ടിഫിക്കേഷൻസ് എടുക്കുക. നിങ്ങൾ കോളേജിൽ പോയി ഒരു ലോങ് ടൈം ആയിട്ട് ഒരു പ്രോഗ്രാം ചെയ്ത് സർട്ടിഫിക്കേഷൻ എടുക്കുക എന്നല്ല അത് മീൻ ചെയ്യുന്നത്. മറിച്ച് കുഞ്ഞു സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്കിപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡൊമൈനിൽ, ഉദാഹരണത്തിന് ഡേറ്റ അനലിറ്റിക്സോ ഡേറ്റ സയൻസോ ഒക്കെ ആണെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. പവർ ബി, മൈക്രോസോഫ്റ്റിന്റെ സർട്ടിഫിക്കേഷൻസോ അഡോബിന്റെ സർട്ടിഫിക്കേഷൻസോ സിസ്കോയുടെ സർട്ടിഫിക്കേഷൻസോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഇന്റർനാഷണൽ ബോഡീസ് സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൽ സെറ്റ് ഉണ്ടെന്ന് കമ്പനി മനസ്സിലാക്കി നിങ്ങളുടെ പ്രൊഫൈലിന് കുറച്ചും കൂടെ വെയിറ്റേജും കൂടെ കമ്പനി തരാനുള്ള പോസിബിലിറ്റീസ്. സർട്ടിഫിക്കേഷൻസ് എടുക്കുന്നത് നിങ്ങൾക്ക് IT ജോബ് നേടാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി നൽകുന്നതാണ്. നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റിയില്ല, പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റില്ല, സർട്ടിഫിക്കേഷൻ എടുക്കാൻ പറ്റില്ല, അങ്ങനെയുണ്ടെങ്കിൽ ഏറ്റവും ഉചിതമായ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രൊജക്ട്സ് ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ട് അതിന് നിങ്ങൾക്ക് ഏറ്റവും യൂസ് ആയിട്ടുള്ള ഏതെങ്കിലും വെബ് ആപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസർ എക്സ്റ്റൻഷൻസോ അങ്ങനെ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാം. അത് ഭയങ്കര സ്കെയിലബിൾ ആയിരിക്കണം, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ സ്കില്ല് ഒരു കമ്പനിയുടെ മുമ്പിൽ പ്രൊജക്ട് ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള ഏതെങ്കിലും പ്രൊജക്ട് ചെയ്താൽ മതി. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നാലും എന്താണ് കമ്പനിയിലെ ഒരു ജൂനിയർ ലെവലിലുള്ള എൻട്രി പൊസിഷൻസ് ഒക്കെ കിട്ടാൻ സഹായിക്കും. നിങ്ങൾക്ക് ഇതേപോലെ പ്രൊജക്ട്സിലൂടെ പ്രാക്ടിക്കൽ എക്സ്പോഷറിലൂടെ കാര്യങ്ങളൊക്കെ ഇൻഡെപ്ത് ആയിട്ട് ഒരു വർക്ക് എൻവയോൺമെന്റിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 974621123. അഥവാ നിങ്ങൾക്ക് പ്രൊജക്ട്സ് ഐഡിയാസ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഹണ്ട് പോലത്തെ വെബ്സൈറ്റ്സ് ഒക്കെ സെർച്ച് ചെയ്യാം. അവിടെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അതിൻ്റെ ഏതെങ്കിലും റെപ്ലിക്ക നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്. നിങ്ങളുടെ സ്കിൽസും നിങ്ങളുടെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസൊക്കെ കൺവേ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ പറഞ്ഞ് ഏകദേശം 6ഓളം ഐഡിയാസ് പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് IT ജോബ് കിട്ടും. ഇതിലുള്ള എല്ലാ ഐഡിയാസും എടുക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു ഐഡിയ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിൽ മാത്രം നിങ്ങൾ വർക്ക് ചെയ്ത് കോൺസെൻട്രേറ്റ് തന്നെ നിങ്ങൾക്ക് അടുത്തൊരു 6 മാസം കൊണ്ട് IT ജോബ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. കാരണം കഴിഞ്ഞൊരു 3 വർഷമായിട്ട് 1000ഓളം കുട്ടികളുടെ പ്ലേസ്മെന്റ് ചെയ്യിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണ്. സോ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയുള്ള വീഡിയോസിലേക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ ഐ എം സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.